രാജീവ് മേനോൻ എന്ന ഈ സുന്ദരനായ ചെറുപ്പക്കാരൻ വളച്ചെടുത്തതിന്റെ സന്തോഷം ആഘോഷിക്കാനായി ഓട്ട പത്രം സമ്മാനിച്ച ഈ ഓട്ട ഒരു സിമ്പിൾ എടുത്തുകൊണ്ട് ഞാൻ ഈ പ്രണയ മദ്യപാന സദസ്സ് പ്രണയപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനം ഇരുന്ന് പറഞ്ഞാലും മതി, ഞങ്ങൾ ക്ഷമിച്ചോളാം. 10-20 കൊല്ലമായി നമ്മുടെ കോളേജിലെ അറ്റൻഡർ എന്ന നിലയിൽ എത്രയോ പ്രണയങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. ഓരോ കൊല്ലവും ശരാശരി ഒരു 50 പ്രേമമെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ 49 എണ്ണവും ഇതുപോലെ ചീറ്റിപ്പോയിട്ടു. പക്ഷേ ഇത് നടക്കും, നടന്നേ ഒക്കൂ, അല്ലെങ്കിൽ നമ്മൾ നടത്തും. നന്നായിട്ട് വിശക്കുന്നു പത്രോച്ചായ. നിനക്ക് എപ്പോഴാണ് വേക്കാത്തത്? കടിക്കാനെങ്കിലും ഒന്നുമില്ലേ പത്രോച്ചായ? സ്വന്തം കയ്യിൽ കഴിക്കണ്ടാ മതി, പറ്റായത് വന്നാ മതി. അല്ല ചോറായിട്ട് തരാം. നീയൊക്കെ കൂടെ പറ്റി എന്നെ ചാൻഡി കൂട്ടാനായി. പത്രോച്ചായ, വിദ്യാർത്ഥികളുടെ ഈ പറ്റായിട്ടുള്ള ആഘോഷമല്ലാതെ ഒരധ്യാപകന്റെ രൊക്കം കാശു നിന്നുള്ള ആഘോഷം അധികം താമസിയാതെ ഇതേ വേദിയിൽ നമ്മളെല്ലാരും കൂടി നടത്തും. എനിക്ക് നാണമാകും. പുരുഷ സൗന്ദര്യത്തിന്റെ തികവും കായിക ലോകത്തിന്റെ രോമാഞ്ചവുമായ ഈ മാച്ചോ മസൽമാൻ ഒളിമ്പ്യനെ നമ്മുടെ കോളേജിലെ സുന്ദരിയായ ഒരു ടീച്ചർ ഹൃദയപൂർവ്വം പ്രണയിക്കുന്നു എന്ന പരമ രഹസ്യം ഞാൻ ഈ വേദിക്ക് മുന്നിൽ മാത്രം അഭിമാനപൂർവ്വം പരസ്യമാക്കുകയാണ്. ആരെന്നായി? അത് മറ്റാരുമല്ല, നമ്മുടെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് ടീച്ചർ. ഈ പ്രണയം പുഷ്പിക്കുന്നത് വരെ ഈ രഹസ്യം പരസ്യമാക്കാതെ രഹസ്യമാക്കി തന്നെ വയ്ക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ? ലോങ് ലിവ് ലവ്. നന്നായിട്ട് വിശക്കുന്നു പത്രോച്ചായ. നിനക്ക് എപ്പോഴാണ് വേക്കാത്തത്? കടിക്കാനെങ്കിലും ഒന്നുമില്ലേ പത്രോച്ചായ? സ്വന്തം കയ്യിൽ കഴിക്കണ്ടാ മതി, പറ്റായത് വന്നാ മതി. അല്ല ചോറായിട്ട് തരാം. നീയൊക്കെ കൂടെ പറ്റി എന്നെ ചാൻഡി കൂട്ടാനായി. അമേരിക്കൻ ഭരണകൂട ഭീകരത്തെ ഞങ്ങൾ ബന്ധുകൊണ്ടും ഹർത്താലുകൊണ്ടും തകർത്ത് കളയും. ഇതെന്താ കാണാറേട്ടാ? അതെ, വൻകിട ഹോട്ടൽ കുത്തകകൾ ഇന്ത്യയിലേക്ക് വരാനുള്ള ചർച്ച നടക്കുകയാണ്. ഓഹോ, പ്രേമ, എന്റെ ഈ ചായക്കടയുടെ ഭാവി. അയ്യോ, ശരി ശരി, എനിക്കൊരു 2 ലിറ്റർ റമ്മ് വേണം. റമ്മ ഏതാ വേണ്ടത്? എന്തിന് ഹർത്താലിനൊക്കെ ഏത് കൂതറയും രാജാവാണല്ലോ. അത് ശരി. അങ്ങനെ പറഞ്ഞു തന്നെ മതി. അത് മതി, അത് വഴി വിട്ടുകൊടുക്കും. വലിയൊരു മനുഷ്യനല്ലേ വരുന്നത്. അല്ല, 2 മതി. നല്ല ബെസ്റ്റ് സ്ഥലമാണല്ലോ ഏട്ടാ. ഇത് ഞാനും അരവിന്ദനും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. പപ്പാതി ഷെയറാ. ഓഹോ, ഇതിൽ ആരും 10 ഇടാറില്ല. പിന്നെ കാലി കിടന്നിട്ട് ഇതിനൊരു സങ്കടം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. കാലി ഇതിനകത്ത് കയറി കിടക്കൂ. അല്ല, ഇത് കാലിയായി കിടക്കും. അപ്പൊ കാശവിടെ? അതൊക്കെ വൈകുന്നേരം കട്ടയിട്ട് തരാം. ഓക്കെ. പിന്നെ എന്റെ ഒരു ബാക്കി കിടക്കട്ടാ. ബാക്കി വെക്കാം. ഇഴഞ്ഞിഴഞ്ഞ് എത്തുമ്പോ തന്നാ പോലെ. അത് മതി. അടച്ചിട്ട് കാലി കയറി കിടക്കും. അയ്യോ, അടച്ചിട്ടില്ലേ? എന്നാ പിടിയാണോ ബാപ്പുട്ടിക്കോ? ഹർത്താല് പൂർണ്ണ വിജയം. ഹർത്താലിന് സാധനം കിട്ടോ? സാധനം റെഡി. എത്ര നേരം കാത്തിരിക്കാൻ തുടങ്ങിട്ട്? കാത്തിരുന്ന് കണ്ണഴിഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പുണ്ടോ? അതെ, കാത്തിരുന്ന് കണ്ണഴിച്ചിട്ടല്ല, ഹർത്താലായിട്ട് വാരി വെച്ചടിച്ചോണ്ടാ. ഇനി ആന കുത്തിയാൽ അവനെണീക്കില്ല. ആന കുത്തിയാൽ ആരെങ്കിലും എഴുന്നേൽക്കുന്ന ഞാനിപ്പൊ കാണിച്ചു അത്രേ ഉള്ളൂ. മൈനാക്കിലെടുത്ത് ഒഴിച്ചളെങ്കിൽ മണ്ടേ കയറും. ഒരു മിനിറ്റ്, ഒരു തുള്ളി പോയാൽ അതിന്റെ വില അറിയാമോ എനക്ക്? പട്ടാളവാ, വെടിവെച്ച്. പിന്നെ പൊന്നോനെ, നീ എപ്പോ വന്നടാ? നീ നമ്മുടെ ദൈവം.
തുടങ്ങണ്ടേ നമുക്ക്? ഹർത്താലുകൾ നമുക്ക് സമ്മാനിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മേളം. ഒഴുപ്പ് കറക്റ്റായിരിക്കണേ, ജാതി വ്യത്യാസമില്ലാതെ. മദ്യപാനമാണോ മനസ്സിനൊരാനന്ദം? സ്റ്റോപ്പ്, ആയിട്ടില്ല. അടുത്ത റൗണ്ടിന് ശേഷം ഗാനമേള ആരംഭിക്കും. അത് ശരിയാ, ഒരു മൂടൊക്കെ വരട്ടെ. ആ മൂടാകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ വാടക ആര് തരും? അതൊക്കെ അവര് തരൂടോ തടിയൻ പിള്ളേ. നല്ലൊരു ഹർത്താലി ദിവസം കൊള്ളാമാക്കല്ലേ. അത് ശരി. അപ്പൊ അടുത്ത ഹർത്താലിൽ ചോദിക്കാം. പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിനടുത്തുള്ള നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പ്രേമേട്ടാ എന്നൊരു വിളി. നോക്കുമ്പോ ആരാ? മഞ്ജു. കൊഞ്ചല്ല, നമ്മുടെ മഞ്ജു മാനേരി. അതെയോ? ആ അർജന്റായിട്ട് എന്നെ ഒന്ന് വീട് വരെ കൊണ്ടാക്കണോണ്ട് അവരെ വണ്ടി കേടായി പോയി. ദിലീപ് ഏട്ടന് എയർപോർട്ട് വരെ പോണം, ഇവിടെ കണി കണ്ടിട്ട് ഇറങ്ങത്തുള്ളൂ. ഇതാണ് നോണമരം, ഇപ്പൊ മുളച്ചതാ. ഒരൊറ്റ പെങ്ങനെ കൊടുക്കണ്ട. അടുത്ത പെക്കിനിപ്പം പറയും ഹേമമാലിനെ കണ്ടു കൊച്ചിയിലിരുന്ന്. അതെ, നമ്മൾ ഈ പിള്ളേരുടെ ഇടയിൽ കമ്പനി കൂടുന്നോണ്ട് നമ്മളെ പ്രായം മറന്നു പോകുന്നുണ്ട് അല്ലേ? അതൊരു കണക്കിന് ഭാഗ്യല്ലേ? അതാണ്. തീർന്നോ? സാധനമാണ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കൊടു ഒരു കുറച്ച് കൊണ്ട് കിട്ടിയില്ലേ? കുടിച്ചോ കുടിച്ചോ. അതെ, പിന്നെ കുട്ടിക്കോ ഇത് വയറ്റിന്ന് വൻകുടലിറങ്ങി വന്നതാ. എടാ പ്രേമ, ഈ തെണ്ടി പിള്ളേരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കട്ട വെച്ചടിച്ചതിന്റെ കാശ് തന്നിട്ടില്ല. പറയും. എടാ മാത്യു, കഴിഞ്ഞ തവണ അടിച്ച കാശ് വെച്ചിട്ട് മതി ഇനിയത്തെ അടി. We are IT peoples. No cash, only card. ഏത് കാർഡാണല്ലോ കാർഡ് സ്വന്തമായിട്ട് റേഷൻ കാർഡ് വരെ ഉണ്ടായിട്ടേക്ക്. പിടിക്കണം. അതിന്റെ പൈസ ഇല്ല, അയ്യോ പൈസ ഇല്ല, എടുക്കല്ലേ പൈസ ഇല്ല, ഇല്ല എടുക്കല്ലേ, അയ്യോ എടുക്കല്ലേ പൈസ ഇല്ല, ഇല്ല അയ്യോ പൈസ പോയതാണ്. ഒരാൾ ഒരു അച്ചാർ കുടിച്ച് മാമ്പായി കഴിഞ്ഞു. എന്റെ മോളെ, ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. മോക്കറിയാലോ ഇവിടെ ദുഷ്യന്തന്റെ കറിയുടെ പേര് കൊണ്ട് മാത്രം ഓടിപ്പോണ സ്റ്റാഫാണെന്ന്. പെട്ടെന്ന് എനിക്ക് ലീവ് മേടിച്ച് അങ്ങ് വരാൻ പറ്റുമോ? അത് ശരിയാവില്ല. ഇവിടെ ഒരു രജപുത്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ച 4 ദാസിമാര് ഫ്രീ ആണ്. രജപുത്ര വംശത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കിട്ടിയ 4 ദാസിമാരെ ഫ്രീ ആയിട്ട് കിട്ടുന്നോ? ആ അതേനെ. അല്ല വെക്കല്ലേ. അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും. അയ്യോ ഒരു മുൻപരിചയമുള്ള മരിച്ചു പെട്ടെന്ന് അങ്ങ് പോയി.
ചേട്ടനുണ്ടാവോ ഉണ്ടാവൂടാ എന്ത് കണ്ടിയത് സംഭവിച്ചില്ലേ നീ സമാധാനിക്കും കണ്ടില്ല ഇന്നലെ ഫോട്ടോ വിളിച്ചു അച്ഛൻ പറഞ്ഞു എന്ത് താറാവുകറിയിൽ കുരുമുളക് കൊണ്ടിടുമ്പോ കണ്ണിൽ പാദം കൂട്ടിയിടാ അത് കരയില്ലല്ലോ കണ്ണില്ലല്ലോ ഏതായാലും നീ കരയണ്ട അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റൂ പക്ഷെ എനിക്ക് നാളെ പോയാൽ പോരാ എനിക്ക് ഇന്ന് തന്നെ വേണം ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ടു പോകും ഒരു മുൻപരിചയം കൂടാ മരിച്ച് പെട്ടെന്ന് അങ്ങ് പോയി ചേട്ടനുണ്ടാവോ ഉണ്ടാവൂടാ എന്ത് കണ്ടിയത് സംഭവിച്ചില്ലേ നീ സമാധാനിക്കും കണ്ടില്ല ഇന്നലെ ഫോട്ടോ വിളിച്ചു അച്ഛൻ പറഞ്ഞു എന്ത് താറാവുകറിയിൽ കുരുമുളക് കൊണ്ടിടുമ്പോ കണ്ണിൽ പാദം കൂട്ടിയിടാ അത് കരയില്ലല്ലോ കണ്ണില്ലല്ലോ ഏതായാലും നീ കരയണ്ട അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റൂ പക്ഷെ എനിക്ക് നാളെ പോയാൽ പോരാ എനിക്ക് ഇന്ന് തന്നെ വേണം ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ടു പോകും എടാ ഈ കാശ് കയ്യിലിരിക്കട്ടെ അനാവശ്യമല്ലേ ഓ അച്ഛന്റെ മരണം ഏതായാലും നമ്മുടെ ഷാപ്പിന്റെ പേരിൽ ഒരു ലീറ്റ് കൂടെ വെച്ചു ഫോട്ടോ മുതലാണ് ശരി ചേട്ടാ ഒഴിച്ചു വേണം കള്ളിനും കറിക്കും കൂടാതെ സൂക്ഷിക്കട്ടോ ഞാനിവിടെ ഇല്ല ശരി ആദ്യം നീ സ്വന്തം കാലം നിൽക്കാൻ പറ്റും എന്നിട്ട് നീ സൈക്കിളൊക്കെ ഇതിപ്പോ ഇവനാണോ പൂസം അതോ സൈക്കിളാണോ പൂസം കാക്കയൊക്കെ കൊട്ടാരത്തിൽ താമസം തുടങ്ങും എന്റെ ദൈവം